മാരുതി സുസുക്കിയുടെ ഡിസയറിന് ഫുൾ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അച്ചീവ്മെന്റ് മാരുതി സുസുക്കിക്ക് ലഭിച്ചത് തന്നെ എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. ഡിസയറിന്റെ ലോഞ്ച് ഇവന്റിലും അത് വളരെ വലിയ ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസയറിന്റെ ഹാച്ച് ബാക്ക് വെർഷൻ ആയിട്ടുള്ള സ്വിഫ്റ്റിനും അതേ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയെന്നാണ് ചിലരെങ്കിലും കരുതുന്നത്. ബിക്കോസ് ഡിസയറിന്റെ ചാസി, ഇന്റീരിയർ, എഞ്ചിൻ ഇവയെല്ലാം സ്വിഫ്റ്റിനും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ റീസെന്റ് ആയിട്ടുള്ള ക്രാഷ് ടെസ്റ്റിൽ വെറും സിംഗിൾ സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നത്? ഈ സേഫ്റ്റി ടെസ്റ്റ് എവിടെയാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ റാം എഫക്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. മാരുതി സുസുക്കി സ്വിഫ്റ്റിന് 2024ലാണ് ജനറേഷണൽ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഗ്ലോബൽ ലെവലില് വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ ലേറ്റസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിന്റെ ഫസ്റ്റ് ക്രാഷ് ടെസ്റ്റ് യൂറോ എൻകാപ്പിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. യൂറോ എൻകാപ്പ് ടെസ്റ്റില് 3 സ്റ്റാർ റേറ്റിംഗും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ എൻകാപ്പും ഈ വാഹനത്തെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ സിംഗിൾ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ക്രാഷ് ടെസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അഡൽട്ട് ഓക്യുപ്പന്റ് പ്രൊഡക്ഷനിൽ 47% മാത്രമാണ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡ്രൈവർ ചെസ്റ്റ് വീക്ക് ആണ്. അതായത് ആഫ്റ്റർ ഇമ്പാക്റ്റില് ഡ്രൈവറിന്റെ ചെസ്റ്റിനാണ് കൂടുതലായിട്ടും ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ലോവർ ലെഗ്സ് മാർജിനിലാണ് പാസ്സായിട്ടുള്ളത്. ചൈൽഡ് ഓക്യുപ്പന്റ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ 59% അച്ചീവ് ചെയ്തിട്ടുണ്ട്. വൾനറബിൾ റോഡ് യൂസർ പ്രൊഡക്ഷൻ, അതായത് പെഡസ്ട്രിയൻ സേഫ്റ്റിയിൽ 76% അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സ്പെസിഫിക് സ്വിഫ്റ്റില് അഡ്വാൻസ്ഡ് അസിസ്റ്റന്റ് സിസ്റ്റം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി അസിസ്റ്റന്റ് ടെസ്റ്റിലും 54% അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, റിയർ പാർക്കിംഗ് ക്യാമറ, ലെവൽ 2 അഡാ സിസ്റ്റമോടെ ഫുള്ളി ലോഡഡ് വേരിയന്റ് ആയിട്ടാണ് ഈ പുതിയ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം ഓസ്ട്രേലിയൻ എൻകാപ്പിന്റെ സിഇഒ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതെന്നും ഓസ്ട്രേലിയൻ എൻകാപ്പില് സുസുക്കിയിൽ നിന്നും ഗ്ലോബലായി വിൽക്കുന്ന യൂറോസ്പെക് സ്വിഫ്റ്റിനും ഓസ്ട്രേലിയയിൽ വിൽക്കുന്ന സ്വിഫ്റ്റ് മോഡൽസിനും ഡിഫറൻസസ് ഉള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ഓസ്ട്രേലിയൻ സ്പെസിഫിക് സ്വിഫ്റ്റിൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ഈ കമ്പാരിസണിൽ തന്നെ യൂറോപ്പിൽ വിൽക്കുന്ന സ്വിഫ്റ്റിനും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വിൽക്കുന്ന സ്വിഫ്റ്റിനും റോബോസ്റ്റ്നെസ്സിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ടും ടെസ്റ്റുകളിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. സോ ഈ കാരണം കൊണ്ട് തന്നെ സുസുക്കി എന്ന ബ്രാൻഡ് അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസസ് കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇന്ത്യയെ കുറിച്ച് നോക്കുമ്പോൾ ഡിസയറിന് മുൻപേ തന്നെ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യ സ്പെസിഫിക് സ്വിഫ്റ്റിനെ ഭാരതൻ ക്യാപ്പില് ഇതുവരെയും ടെസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവും ഉയരുന്നു. ഇന്ത്യ സ്പെസിഫിക് സ്വിഫ്റ്റിനെ ഭാരതൻ ക്യാപ്പിലോ ഗ്ലോബൽ എൻ ക്യാപ്പിലോ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അതിന്റെ ഉത്തരം ലഭിക്കുകയുള്ളൂ. സുസുക്കി സ്വിഫ്റ്റ് നേടിയിട്ടുള്ള ഈ സിംഗിൾ സ്റ്റാർ റേറ്റിംഗിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.